സമാധാന കാലഘട്ടം, അതായത് യുദ്ധത്തിനിടയിലുള്ള ഒരു വെടിനിർത്തൽ കാലഘട്ടം, ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന, രാഗി മിനിക്കുന്ന തിരക്കിലാണ് പൊതുവെ രാജ്യങ്ങൾ. പരമ്പരാഗതമായി അങ്ങനെ തന്നെയാണ്. കുറച്ചു കാലത്തേക്ക് യുദ്ധം മാറ്റിവെക്കുമ്പോൾ പണ്ട് കാലത്ത് ഭടന്മാരുടെ സേനകളുടെ മുറിവുണങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ റീകൂപ്പറേറ്റ് ചെയ്യുക എന്ന് പറയും, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ആയുധങ്ങളൊക്കെ കുറച്ചുകൂടി മൂർച്ച വരുത്തി വീണ്ടും പൂർവാധികം ശക്തിയായി ആക്രമിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണോ ഇപ്പോൾ ഇറാൻ, അമേരിക്ക അങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ പൂർണ്ണമായി യുദ്ധവിരാമത്തെക്കുറിച്ചൊക്കെ ട്രംപ് പറയുമ്പോഴും യുദ്ധ സേനകളെ ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒഫൻസീവ് മോഡിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോഴും നിൽക്കുന്നത്. ഉപരോധം തന്നെ ആ ഒഫൻസീവ് കേപ്പബിലിറ്റിയുടെ ഒരു ഡിസ്പ്ലേ ആണ്. ഇറാൻ എന്താണ് ഇപ്പോൾ പറയുന്നത്? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അന്നു മുതൽ ഇന്നു വരെ ആദ്യന്തം വന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ആണ്. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻ അനുസരിച്ചാണ് നാഷണൽ സെക്യൂരിറ്റി ഡിമാൻഡുകൾ, നാഷണൽ സെക്യൂരിറ്റി റിക്വയർമെൻറ്റുകൾ വരുന്നത്. വേണമെങ്കിൽ കൺവെൻഷണൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധമൊരുക്കാം, അല്ല എങ്കിൽ ആണവ ആയുധങ്ങൾ ഒരു ഡിറ്ററൻ്റ് ആണ്, ആക്രമിക്കാനല്ല, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനല്ല, മറിച്ച് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഒരു ആക്രമണ ശ്രമത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത്. പക്ഷെ ആണവ പദ്ധതി ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന് അർത്ഥമില്ല. യുറേനിയം സമ്പുഷ്ടീകരിക്കണം, നിശ്ചിത തോതിൽ സമ്പുഷ്ടീകരിച്ചെങ്കിൽ മാത്രമേ വെപ്പൺ ഗ്രേഡായി മാറൂ. ഇറാനെ നമുക്കറിയാമല്ലോ, പല ആവർത്തി നമ്മൾ സംസാരിച്ചതുമാണ്. 60% സമ്പുഷ്ടീകരണ കപ്പാസിറ്റി നേടിക്കഴിഞ്ഞു. അങ്ങനെ സമ്പുഷ്ടീകരിച്ച ഏതാണ്ട് 450 കിലോഗ്രാം യുറേനിയം U-35 ഇത് ഇറാൻ്റെ കൈവശമുണ്ട്. അത് എവിടെയാണ് എന്നത് അജ്ഞാതമാണ്, നിഗൂഢമാണ്, അത് ഡിബേറ്റബിളാണ്. ഇറാൻ സുരക്ഷിതമായി എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണോ, അതോ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടോ, മറ്റു രാജ്യത്തേക്ക് മാറ്റിയിട്ടുണ്ടോ, ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തർക്ക വിഷയങ്ങളിൽ ഒന്ന്, ഓൾറെഡി സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ചാൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ആ സമ്പുഷ്ടീകരണം 100%, 90% കൂടുതലായി എത്തി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇറാന് ഒരു ബോംബ്, ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആണവ പോർമുന സാധ്യമാവൂ. ഈ ആണവ പോർമുന ഇപ്പോഴും നിലവിലുള്ള ഒരു അവസ്ഥയനുസരിച്ച് ഇറാന് ആണവ പോർമുന സാധ്യമല്ല. പക്ഷേ ഭാവിയിൽ അത് റൂൾ ഔട്ട് ചെയ്യാനും കഴിയില്ല. ഇനിയുമാണ് നയത്തിൻ്റെ കാര്യം. എന്താണ് നയം? ഇറാൻ വ്യക്തമായ നയം പറയുന്നു, തങ്ങൾക്ക് ആണവായുധങ്ങൾ ഹറാമാണ്, തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല. അത് ഉന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖൊമേനിയുടെ പ്രസ്താവനയാണ്. അത് എത്രത്തോളം പാശ്ചാത്യ ലോകം, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുഖവിലേക്കെടുക്കുമെന്നത് മറ്റൊരു ചോദ്യമാണ്. അവർക്ക് ന്യായമായ കൺസേൺ ഉണ്ട്. അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇതേക്കുറിച്ച് ന്യായമായ കൺസേൺ ഉണ്ട്. പക്ഷേ ഇറാൻ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം, മുൻപുണ്ടായ 2025 ചർച്ചകളിൽ, അതിനു മുൻപുണ്ടായ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി IAEA വന്ന് പരിശോധിക്കട്ടെ. തങ്ങളുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അവർ കണ്ടുകെട്ടട്ടെ, അവർ റിപ്പോർട്ട് കൊടുക്കട്ടെ. അല്ലാതെ തങ്ങൾ അപകടകാരികളാണ്, ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇതാണ് ഇറാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ 14 ഇന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറി. അത് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അത് കൃത്യമായി അതിൻ്റെ ഡീറ്റെയിൽസ്, നിറ്റിഗ്രിറ്റീസ് ഇനിയും വർക്കൗട്ട് ചെയ്യേണ്ടതുമാണ്. അതിൽ പറയുന്ന ഒരു ഉറപ്പാണ്, ആണവ കാര്യത്തിൽ തങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ ആവും. പക്ഷേ ഈ ആണവ കാര്യവുമായി ബന്ധപ്പെടുത്തി മറ്റ് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആണവ കാര്യം പറഞ്ഞുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഉപരോധം പിൻവലിക്കണം, തങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുക്കണം, തങ്ങളുടെ പ്രകൃതിവാതകവും എണ്ണയും പുറം ലോകത്ത് വിൽക്കാൻ കഴിയണം. തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഉപരോധം യുദ്ധമായി തന്നെ തങ്ങൾ കാണും. അതുകൊണ്ട് ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഏത് സമയത്തും അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ, ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ തങ്ങൾ യുദ്ധം ചെയ്യാൻ അമാന്തിക്കില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് കരുതിയെങ്കിൽ തെറ്റി. തങ്ങൾ യുദ്ധത്തിന് പൂർണ്ണമായി സജ്ജരാണ്, തയ്യാറാണ്. കണ്ടീഷൻ, ഈ 14 കണ്ടീഷനുകളിൽ പല കണ്ടീഷൻസും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു പ്രഥമ ദൃഷ്ടിയ, അത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പോയിട്ടില്ല. ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ്. പ്രഥമ ദൃഷ്ടിയ അതിൽ കഴമ്പില്ല, അതുകൊണ്ട് തള്ളിക്കളയുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ആവില്ല.
അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതികളുണ്ടല്ലോ, അത് ഇറാനും സ്വീകാര്യമല്ല. അമേരിക്ക ഇപ്പോൾ ഒരു 9 ഇന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇറാൻ കേൾക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്ന സന്ദേശവാഹകനിലൂടെ ഹംസത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനിടയിൽ പെടുന്ന നട്ടം തിരിയുകയാണ്. കാരണം ഒരു രീതിയിലും ഒരു പോയിന്റിൽ പോലും എഗ്രിമെൻ്റ് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ ഇറാൻ പറയുന്നു, ആണവമാണ് വിഷയം എങ്കിൽ വി ആർ റെഡി ഫോർ ഇൻസ്പെക്ഷൻ. നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ന്യായമായ ഒരു ചോദ്യമുണ്ട്. 2015 ഒരു സമഗ്രമായ ഒരു കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, എ ഡീൽ ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ഇറാൻ took place with the consent and knowledge of റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഈ 4 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളാണ്. അമേരിക്കയും അതുതന്നെ, അതിന് പുറത്ത് ഇറാനും. അപ്പോൾ ഇങ്ങനെ 5+1 6 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സമാധാന കരാറാണ്. ഈ കരാറിൽ നിന്നും പിന്നാക്കം പോയത് ഇറാൻ അല്ല. ഡൊണാൾഡ് ട്രംപ് ആദ്യ ഊഴം അധികാരത്തിൽ വന്ന് പിറ്റേ വർഷം 2018 അദ്ദേഹം ഏകപക്ഷീയമായി ഈ ഡീൽ ഉപേക്ഷിച്ച് പിന്മാറുകയാണ്. അമേരിക്ക പലതിൽ നിന്നും പിന്മാറി, ഇതിൽ നിന്നും പിന്മാറി. പറയുന്ന കാരണം അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇൻസ്പെക്ഷന് ഇറാൻ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അതിൽ ഭാഗികമായ സത്യമുണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിലാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ഇറാൻ ഇപ്പോൾ പറയുന്നു ആ വിഷയത്തിൽ പരിഹാരമുണ്ടാകാൻ തയ്യാറാണ്. കാരണം ഇതൊരു ബെയ്റ്റ് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. ഹോർമോസ് തുറക്കേണ്ടതല്ലേ. ഹോർമോസ് എന്ന ആ കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഇറാൻ്റെ ജീവനാഡിയാണ്, സംശയമൊന്നുമില്ല. ഇറാനും പുറത്തേക്ക് എണ്ണ കൊണ്ടുപോകാനാവില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇറാൻ്റെ തീരക്കടൽ വഴി ഏതാനും കപ്പലുകൾ കടന്നുപോയി എന്ന റിപ്പോർട്ടുകളുണ്ട്. ശരിയാവാം. പക്ഷേ അത് പൂർണ്ണമായി ഇറാനെ ലിബറേറ്റ് ചെയ്യുന്നതുമില്ല. ഗൾഫ് രാജ്യങ്ങൾ വലിയ അങ്കലാപ്പിൽ തന്നെയാണ്. ഈ ഹോർമൂസിലൂടെ അല്ലാതെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായ ഇറാഖിനും കുവൈറ്റിനും ബഹ്റൈനും ഖത്തറിനും ഒരു തുള്ളി എണ്ണയോ പ്രകൃതിവാതകമോ പുറത്തേക്ക് കൊണ്ടുപോകാനാവില്ല. സൗദിക്ക് മറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. UAEക്ക് പോലും ഫുജൈറ എന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ഒമാനും കിഴക്കായി കിടക്കുന്ന ഒമാൻ ഉൾക്കടലിലെ പ്രദേശമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഇല്ല. അവിടെ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഓൾറെഡി സംജാതമായിരിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി ടോളറൻസ് ലെവൽ തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ക്രംബിൾഡ്. ഇപ്പം 2 പാരഡൈംസാണ്. അമേരിക്ക പറയുന്നു ഈ ഉപരോധം കാരണം യുദ്ധമില്ല, പക്ഷേ ഉപരോധം കാരണം ഇറാൻ കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡ് ആകും, മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയുണ്ടാകും, ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കും. ഇറാൻ പറയുന്നു അങ്ങനെയല്ല, തങ്ങൾക്ക് മറ്റ് ഔട്ട്ലെറ്റുകളുണ്ട്, ഭാഗികമായിരിക്കാം, പൂർണ്ണമായിരിക്കില്ല, പക്ഷേ തങ്ങൾക്ക് മറ്റു വഴി കണ്ടെത്താൻ ആവും. തങ്ങൾ ഇത്രയും കാലം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഉപരോധം നേരിട്ട രാജ്യം തന്നെയാണ്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനാവും. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ളി ഇപ്പോൾ പരിഗണനയിലുള്ളത് ഇറാൻ്റെ 14 ഇന നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 9 ഇന നിർദ്ദേശങ്ങളും. ഇതിൽ കൂട്ടിമുട്ടാവുന്ന, എഗ്രി ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായി എടുത്തുകൊണ്ട് ഇസ്ലാമാബാദ് ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റൊരിടത്ത്, ഇസ്ലാമാബാദ് എന്ന് നിർബന്ധിച്ച് പറയാനാവുന്ന കാര്യമല്ല, മറ്റേതെങ്കിലും ഒരിടത്ത്. പക്ഷെ അതിൻ്റെ സൂചനകൾ പോലും ഇപ്പോൾ കാണുന്നില്ല എന്നതുകൊണ്ട് 2 ഭാഗത്തിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇപ്പോഴും എന്ന് കരുതാം. ഇറാൻ ചിന്തിക്കുന്നത് അമേരിക്കയ്ക്ക് ലോകസമ്മർദ്ദം അതിജീവിച്ചുകൊണ്ട് ഇനി ആഴ്ചകളോളം മുന്നോട്ട് പോകാനാവില്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരു തീരുമാനമെടുത്ത് പിൻവാങ്ങേണ്ടി വരും എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അമേരിക്ക വിശ്വസിക്കുന്ന നേരെ തിരിച്ചാണ്. ഇറാന് സഹനത്തിൻ്റെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. ഇനി ഒന്നുകിൽ ഇറാൻ തങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കും, അപ്പോൾ തങ്ങൾ തീർത്തും തിരിച്ചടിച്ചുകൊണ്ടെല്ലാം അവസാനിപ്പിക്കാം, തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല എങ്കിൽ ഇറാൻ സ്വയം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റൊരു പ്രപ്പോസലുമായി വരും. തങ്ങൾ നിർദ്ദേശിക്കുന്ന, നിർബന്ധപൂർവ്വം അമേരിക്ക നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇറാൻ വഴിയെ വരും എന്നാണ് വിചാരിക്കുന്നത്. ഇത് രണ്ടും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഉദ്വേഗം തുടരുന്നത്.